നമ്മുടെ കമ്പനിയെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചുറ്റുപാടും ഒന്ന് അന്വേഷിച്ചാൽ മതി. അതായത് സാറേ ഞങ്ങൾ പറഞ്ഞു വന്നതാ വെച്ചാൽ ഞങ്ങൾ 6 മാസം കൊണ്ട് സാറിനെ പുഷ്പം പോലെ കയറ്റിവിട്ടിരിക്കും. എവിടെയാണ് പോകണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ന്യൂസിലാൻഡ്, അയർലാൻഡ്, ഇൻലാൻഡ്, ലെയ്ലാൻഡ്, കോതമംഗലം, കാനഡ കാനഡ കാനഡ. കാനഡ മതി. എന്റെ അമ്മായിരം മോള എവിടെയാ? കാനഡയിലോ? അത് കാലടിയിലല്ലേ? എനിക്ക് ഇവിടുന്ന് പോകണമെന്നൊന്നുമില്ല. നമ്മുടെ നാടൊക്കെ വിട്ടിട്ട് എന്നെ കൊണ്ട് പറ്റുമൊന്നുമില്ല. ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. ചേച്ചിനെ പൊക്കിയുടെ കാര്യം നടക്കും. രമ്യല്ലേ UK പോയിട്ട് എന്തോരം ഫോട്ടോസാ ഇടുന്നേ, മഞ്ഞെല്ലാം വരുന്നേ. അത് കാണുമ്പോ എനിക്ക് കുളിര് വരുന്നു. കുളിര് വരാനാണ് ഞാൻ ഫ്രിഡ്ജ് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി വെച്ചില്ലേ. അതിന് UK പോകണേ ഇത്ര ഞാൻ വരില്ല. എന്താ സാറിന്റെ എക്സാക്ട് പ്രശ്നം? കാശാണോ പ്രശ്നം? കാശെന്നാ പ്രശ്നമല്ലേ? അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വീടും പറമ്പൊന്ന് വിൽക്കാം. ഹലോ, എന്നെ UK കൂടെ തന്റെ വീട് സ്ഥലം വിൽക്കണേനെതിരാ? അയ്യോ എന്റെ വീട് സ്ഥലമല്ല, സാറിന്റെ വീട് സ്ഥലം. ആ എന്റെ വീടും പറമ്പും ഞാനൊക്കെ സമ്മതിക്കുന്നില്ല വീടും പറമ്പും വിൽക്കാനൊന്നും. അതെ, ഈ മനുഷ്യൻ എങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞ മനസ്സിലാക്കോ? ഞാൻ ചായ എടുത്തിട്ട് വരാം. സാറെ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേ. വീടും പറമ്പും വിൽക്കാനാണെങ്കിൽ നമ്മുടെ ആൾക്കാരുണ്ടല്ലോ. സാറിന്റെ ഒരു ഒറ്റ ഒപ്പം മതി, നമ്മളെല്ലാം ശരിയാക്കി തരും. അതന്നെയല്ലേ ഞാൻ പറഞ്ഞേ, നമ്മളൊന്ന് നിന്ന് കൊടുത്താൽ മതി, അവരെല്ലാം ശരിയാക്കിക്കോളും. അത് സാറേ മോള് വലുതായി കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ വേണ്ടി UK കാനഡയ്ക്ക് പോകും. അപ്പം ഇപ്പോഴും അങ്ങ് പോകുന്നല്ലേ നല്ലത്. ഇതാവുമ്പോൾ ഞങ്ങൾ നല്ലൊരു ഓഫറും കൂടി സാറിന് തരാൻ പറ്റും. ഒരു അടിപൊളി കല്ലറ. ആർക്ക്? അല്ല സാറ് ചാവുമല്ലോ. ചായ കുടിക്ക്. അപ്പൊ ചുരുക്കി പറയാ, ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് നമ്മളെ ബ്ലഡി ഇന്ത്യൻസ് എന്ന് വിളിച്ചു. ഇപ്പൊ കയ്യിലെ കാശ് കൊടുത്ത് അവൻ്റെ അണ്ണാക്കി ചെന്ന് കയറി ബ്ലഡി ഇന്ത്യൻസ് എന്ന് കേൾക്കണം. അതല്ലേ? നല്ല കുഴമ്പുട്ടുണ്ടാകുന്ന പിടിപിടിക്കണം. വേണ്ടായിരിക്കണ. എന്താ പറയാ? നല്ല പഴത്തിന് നല്ല ടേസ്റ്റ് എന്ന് പറയായിരുന്നേ. അത് ഇവിടെ ഉണ്ടായ ഏത്തവാഴയുടെയാ. ചായയിൽ ഏലക്കിട്ടുണ്ടായിരുന്നോ? കഴിഞ്ഞ ആഴ്ച മൂന്നാറിന്ന് വാങ്ങിയ ഏലക്കയാ. ഞാൻ ഇതുവരെ മൂന്നാറിൽ പോയിട്ടില്ല. നീ പോയിട്ടുണ്ടാ? ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആറിൻ്റെ അടുത്ത് വരെ പോയി. കണ്ടോ, മോക്ക് പോലും ഇംഗ്ലീഷ് അറിയത്തില്ല. മോളെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം നാട്. ഇതിങ്ങനെ അറിഞ്ഞോ? ദൈവത്തിന് സ്വന്തം നാടാണെങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് പോണേ? പിന്നെ നമുക്കിവിടുന്ന് പോയാലോ? പോയേക്കാം. നമ്മൾ ഈ കേരളത്തിലുള്ളവരെ കേരളത്തിന്റെ 14 ജില്ല വരെ ഇതുവരെ കണ്ടു തീർത്തിട്ടില്ല. പിന്നെ നമ്മൾ ഈ കേരളത്തിലെ കുറ്റം പറയും വേറെ രാജ്യത്തോട്ട് പോയിട്ട് എന്താ കാര്യമുള്ളത്? പോയവരുണ്ട്, പക്ഷെ അവരുടെ മനസ്സിപ്പോഴും ഇവിടെ തന്നെയാണ്. എന്നാ പിന്നെ ഞങ്ങള് അതെ, നാളെ കേരളപ്പിറവിയാ. അപ്പൊ കേരളപ്പിറവി ആശംസകൾ കൂടി കേട്ടോ.